വാട്ടർ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി മൂലം റോഡുകളിലെ ഭൂഗർഭ കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്ക് കാരണം റോഡുകൾ തകരുന്നതും പതിവ് കാഴ്ചയായിട്ടും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ഭരണാധികാരികളും. ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതുതായി സ്ഥാപിച്ച ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുകളുടെ വാൾവുകളുമാണ് ദിനം പ്രതിയെന്നോണം പലയിടങ്ങളിലായി പൊട്ടുന്നത്. ഇതോടെ മണിക്കൂറുകളോളമുള്ള വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ റോഡുകൾ തകരുന്നതോടൊപ്പം ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് റോഡിൽ പാഴാകുന്നത്. പൊട്ടിയ പൈപ്പ് ലൈനുകൾ പുനരുദ്ധാരണം ചെയ്ത ശേഷം കുഴികളായ ഭാഗങ്ങൾ മണ്ണിട്ട് മൂടുന്നതല്ലാതെ ഇത്തരത്തിൽ തകർന്ന റോഡുകൾ റീടാറിംഗ് ചെയ്യുന്നില്ല. ഇത് കാരണം ഈ ഭാഗത്തു കൂടി വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതോടെ കുഴികളായ ഭാഗങ്ങളോട് ചേർന്നുള്ള ഭാഗങ്ങളും ഇടിഞ്ഞ് റോഡ് പൂർണ്ണമായും തകരുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും കാണപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പള്ളിക്കൽ ബസാർ പരുത്തിക്കോട് റോഡിൽ ആണൂരിനും ആരക്കോടിനും ഇടയിലുള്ള വളവിനോട് ചേർന്ന് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയുണ്ടായ വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ 1.5 മീറ്ററിലധികം വീതിയിലും 1 മീറ്ററിലധികം താഴ്ചയിലും റോഡിൽ കുഴി രൂപപ്പെടുകയും കുഴിയോട് ചേർന്നുള്ള ഭാഗത്ത് റോഡിൽ വിള്ളൽ രൂപപ്പെടുകയും ചെയ്തു. ഇവിടെ പൈപ്പ് പൊട്ടിയ ഭാഗം പുനരുദ്ധാരണം നടത്തി കുഴിയിൽ താൽക്കാലികമായി മണ്ണിട്ട് കുഴി അടച്ചിട്ടുണ്ടെങ്കിലും ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് തകർന്ന അവസ്ഥയിലാണ്. ന്യൂസ് പ്രഭാതം, പള്ളിക്കൽ.